ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇംപ്ലിക്കേഷൻ റൂൾസും കൺവേർഷൻ റൂൾസും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹൗ ക്യാൻ വി ചെക്ക് ദ വാലിഡിറ്റി ഓഫ് എ സിലോജിസം, ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ വെൻ ഡയഗ്രം മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇംപ്ലിക്കേഷൻ കൺവേർഷൻ മെത്തേഡുകൾ പറഞ്ഞു. ഇനി നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡ്, ദ ലാസ്റ്റ് മെത്തേഡ് ഇസ് അനലിറ്റിക്കൽ മെത്തേഡ്, അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ എക്സാമിന് വാലിഡിറ്റി നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ കൺക്ലൂഷൻ, ഇതിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ പ്രിമൈസുകളുടെ കൺക്ലൂഷൻ ആണോ ഈ ഓപ്ഷനിൽ ഉള്ളത്, വാലിഡ് കൺക്ലൂഷനുകൾ ഏതൊക്കെയാണ് എന്ന് ചോദ്യം വരുമ്പോൾ ഡെഫിനറ്റ്ലി ദ ബെസ്റ്റ് വേ ഈസ് വെൻ ഡയഗ്രാം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ കുറയ്ക്കുന്ന സാധനം. കാരണം മറ്റേത് നമ്മൾ കുറെ ചാർട്ടുകൾ ഓർത്ത് വെക്കാനൊക്കെ ഉണ്ട്. അപ്പൊ വാലിഡിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും വെൻ ഡയഗ്രാം അപ്ലൈ ചെയ്യുന്നതാണ് ഒരു 3 മണിക്കൂർ എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി. പിന്നെ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത് വെച്ചാൽ ബാക്കി മെത്തേഡുകളുടെ തിയറിയുടെ ചോദ്യങ്ങൾ നന്നായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അതെങ്ങനെയാണ് ഇങ്ങനെ വന്നത് എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ച ടേബിള്, അതിന്റെ ബേസിലൊക്കെ ചോദ്യങ്ങൾ വരാറുള്ളത് കൊണ്ട് അതും അതിന്റെ തിയറട്ടിക്കൽ പാർട്ട് നമ്മൾ നിർബന്ധമായും പഠിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡിലേക്ക് വരുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അത് തന്നെയാണ്. അപ്പൊ അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പം നമ്മൾ സിലോജിസം പറയുന്ന സമയത്ത് പറയുന്നുണ്ട് 2 പ്രിമൈസും ഒരു കൺക്ലൂഷനും ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പൊ അനലിറ്റിക്കൽ മെത്തേഡിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് പോലും അതിനൊരു പ്രോപ്പർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. അലൈൻ ദ സ്റ്റേറ്റ്മെന്റ് പ്രോപ്പർലി എന്ന് പറയും. ആ അലൈൻമെന്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച്, അതായത് വാലിഡിറ്റി അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം ഒരു സിലോജിസത്തിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് തന്ന സിലോജിസത്തിലെ പ്രിമൈസുകൾ അലൈൻ ചെയ്തിരിക്കുന്നത് അനലിറ്റിക്കൽ മെത്തേഡിന്റെ റൂളുകൾ പ്രകാരമാണ് എന്ന് ഉറപ്പുവരുത്തലാണ്. അപ്പൊ എങ്ങനെയാണ് അലൈൻമെന്റ് നടക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോ മിഡിൽ ടേം എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മേജർ ടേം, മൈനർ ടേം, മിഡിൽ ടേം എന്ന് പറഞ്ഞ് കുറച്ച് സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മിഡിൽ ടേം ആരായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ആരാണ് മിഡിൽ ടേം എന്ന് ഓർമ്മയുണ്ടോ? ആരെയാണ് നമ്മൾ മിഡിൽ ടേം എന്ന് വിളിച്ചത് എന്ന് ഓർമ്മയുണ്ടോ? പ്രിമൈസ് 1ലും മൈനർ പ്രിമൈസിലും മാത്രമുള്ള പ്രിമൈസ് 1ലും പ്രിമൈസ് 2ലും റിപ്പീറ്റ് അടിച്ചു വരുന്ന 2 പ്രിമൈസുകളിലും റിപ്പീറ്റ് അടിച്ചു വരുന്ന വി കൻ കോൾ ഇറ്റ് ആസ് എ കോമൺ ടേം. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ടേമിനെയാണ് നമ്മൾ എന്ത് വിളിച്ചുകൊണ്ടിരുന്നത്? മിഡിൽ ടേം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അനലിറ്റിക്കൽ മെത്തേഡിന്റെ റൂളുകൾ പ്രകാരം ആ പറഞ്ഞ മിഡിൽ ടേം ഉണ്ടല്ലേ, നമ്മൾ കോമൺ ടേം എന്ന് പറയുന്ന 2 പ്രിമൈസിലും റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുന്ന, ചെയ്തു എന്ന് പറയുന്ന ആ മനുഷ്യൻ മിഡിൽ ടേം, അത് ഷുഡ് ബി പ്രെഡിക്കേറ്റ് ഓഫ് പ്രിമൈസ് 1. പ്രിമൈസ് 1ന്റെ പ്രെഡിക്കേറ്റിലും പ്രിമൈസ് 2ന്റെ സബ്ജക്റ്റിലുമായിട്ടായിരിക്കണം അതിന്റെ അലൈൻമെന്റ്. ഓക്കെ, റിപ്പീറ്റ് അടിച്ചു വരുന്ന ആ ടേം രണ്ടിടത്തും ഉണ്ടാവും. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ സെന്റൻസിന്റെ തലക്കഷ്ണമാണ്. പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ ആ സെന്റൻസിന്റെ വാൽക്കഷ്ണമാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ ഈ കോമൺ ടേം അല്ലെങ്കിൽ ഈ മിഡിൽ ടേം എന്ന് പറയുന്ന ആള് പ്രിമൈസ് 1, അത് അങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. മിഡിൽ ടേം അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം മിഡിൽ ടേം പ്രിമൈസ് 1ന്റെ വാൽക്കഷ്ണം പ്രെഡിക്കേറ്റിലും പ്രിമൈസ് 2ന്റെ സബ്ജക്റ്റിലും ആയിരിക്കണം. അങ്ങനെയാണ് അലൈൻമെന്റ് വരേണ്ടത്. ഇനി അങ്ങനെ അലൈൻ ചെയ്യാത്തൊരു സിലോജിസമാണ് നമ്മുടെ കയ്യിലേക്ക് തരുന്നത് എങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം നിങ്ങൾ വാലിഡിറ്റി ചെക്ക് ചെയ്യുമ്പം അതിനെ ആ രീതിയിൽ അലൈൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആ രീതിയിൽ അലൈൻ ചെയ്യുക എന്നുള്ളത് ഏത് രീതിയിൽ? പ്രിമൈസ് 1ന്റെ പ്രെഡിക്കേറ്റിലും പ്രിമൈസ് 2ന്റെ സബ്ജക്റ്റിലും കോമൺ ടേം വരുന്ന രീതിയിൽ അലൈൻ ചെയ്യല്. അങ്ങനെ അലൈൻ ചെയ്യാൻ 2 മെത്തേഡുകളാണ് അനലിറ്റിക്കൽ മെത്തേഡിൽ പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താൽ മതിയാവും. അതായത് പ്രിമൈസ് 1ന്റെ പ്രെഡിക്കേറ്റിലും പ്രിമൈസ് 2ന്റെ സബ്ജക്റ്റിലുമാണ് ആര് വരേണ്ടതെന്ന് പറഞ്ഞത്? ഈ പറഞ്ഞ മിഡിൽ ടേം വരേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഈ രീതിയിലല്ല. അപ്പൊ ചിലപ്പോ ഈ പ്രിമൈസ് 1 ഇതാണെന്ന് വിചാരിക്കാം, ഇത് പ്രിമൈസ് 2ഉം ഇത് പ്രിമൈസ് 1ഉം ആണ് വിചാരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ പ്രിമൈസ് 1ന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നോക്കേ. ഓൾ ഈഗിൾസ് ആർ ബേർഡ്സ് എന്നുള്ളൊരു പ്രിമൈസ് 1 ഉണ്ട്. സം ഈഗിൾസ് ആർ വൈറ്റ് എന്ന പ്രിമൈസ് 2 ഉണ്ട്. ഇതിലെ കോമൺ ടേം ആരാ? ഇതിലെ മിഡിൽ ടേം ഏതാ? ഈ 2 സെന്റൻസുകളില്
Which is the middle term of these two premises? Eagle, sir. Eagle. രണ്ട് പ്രൊമൈസിലും റിപ്പീറ്റ് അടിച്ചു വരുന്നതിനെയാണ് നമ്മൾ കോമൺ ടേം എന്ന് വിളിക്കുക, ഈഗിൾ. അപ്പൊ ഈഗിൾ പ്രൊമൈസ് 1 ഇതാണ്, ഈഗിൾ ഇവിടെയാണ്. പ്രൊമൈസ് 2 ഈഗിൾ ഇവിടെയാണ്. നമ്മുടെ റൂള് പ്രകാരം പ്രൊമൈസ് 1 പ്രെഡിക്കേറ്റിലായിരിക്കണം ആരുണ്ടായിരിക്കേണ്ടത്? പ്രൊമൈസ് 1 പ്രെഡിക്കേറ്റിലായിരിക്കണം മിഡിൽ ടേം ഉണ്ടാവേണ്ടത്. പ്രൊമൈസ് 2 സബ്ജക്റ്റിലായിരിക്കണം. പ്രൊമൈസ് 2 സംബന്ധിച്ച് അത് സബ്ജക്റ്റിലാണ്. പ്രൊമൈസ് 2 സംബന്ധിച്ച് അത് സബ്ജക്റ്റിലാണ്. അതിന് മാറ്റൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രൊമൈസ് 1 അത് പ്രെഡിക്കേറ്റിലല്ല, സബ്ജക്റ്റിലായിരിക്കണം. അപ്പൊ അതിനൊരു മാറ്റം വരുത്തിയേ പറ്റൂ. അപ്പോ രണ്ട് രീതിയിലാണ് ഈ അലൈൻമെന്റ് മാറ്റാൻ നമുക്ക് അവസരമുള്ളത്. ഒന്ന് സ്റ്റേറ്റ്മെന്റിന്റെ ഓർഡർ, അതായത് പ്രൊമൈസ് 1 ഓക്കെ, പ്രൊമൈസ് 1 ഉണ്ട്, പ്രൊമൈസ് 2 ഉണ്ട് വിചാരിക്കുക. അപ്പൊ ഈ കോമൺ ടേം ഇഫ് സപ്പോസ് സങ്കല്പിക്കുക കേട്ടോ, പ്രൊമൈസ് 1 സബ്ജക്ട്, നമുക്ക് തന്നത് പ്രകാരം പ്രൊമൈസ് 1 സബ്ജക്റ്റിലും പ്രൊമൈസ് 2 പ്രെഡിക്കേറ്റിലുമാണ് മിഡിൽ ടേം എന്ന് സങ്കല്പിക്കുക. ജസ്റ്റ് വിചാരിക്കട്ടോ, ഓക്കെ, വിചാരിക്കുക, ജസ്റ്റ് സങ്കല്പിച്ചാൽ മതി. പ്രൊമൈസ് 1 സബ്ജക്റ്റിലും പ്രൊമൈസ് 2 പ്രെഡിക്കേറ്റിലുമാണ് കോമൺ ടേം ഇരിക്കുന്നത് എങ്കിൽ നമ്മുടെ റൂള് പ്രകാരം നേരെ ഓപ്പോസിറ്റാ വരേണ്ടത്. പ്രൊമൈസ് 1 എവിടെയാ മിഡിൽ ടേം വരേണ്ടത്? പ്രൊമൈസ് 1 എവിടെയാ? പ്രെഡിക്കേറ്റിലാണ് വരേണ്ടത്. പ്രൊമൈസ് 2 സബ്ജക്റ്റിലാണ് വരേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ആണ് തന്നതെങ്കിൽ, ഇപ്പൊ റൗണ്ട് ചെയ്ത പ്രൊമൈസ് നേരെ ഓപ്പോസിറ്റ് ഉൾട്ടയായിട്ടുള്ള അലൈൻമെന്റ് ആണ് തന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെന്റൻസിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താൽ മതി. അതായത് വേറെ എടുക്കാം, അതായത് ഓർഡർ ചേഞ്ച്, അതായത് ഈ പ്രൊമൈസ് 2 പ്രൊമൈസ് 1 ആയിട്ടും പ്രൊമൈസ് 1 പ്രൊമൈസ് 2 ആയിട്ടും ഉൾട്ടയാക്കി ഓർഡർ ചേഞ്ച്, സ്റ്റേറ്റ്മെന്റിന്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് എഴുതുക എന്ന് പറയും. ഓക്കെ, അങ്ങനെ പറ്റുന്ന കേസിൽ നമുക്ക് അങ്ങനെ എഴുതാം. അതായത് ആ തലയും വാലും ഇരിക്കുന്നത് പ്രൊമൈസ് 1 പ്രെഡിക്കേറ്റിൽ ഇരിക്കേണ്ട സാധനം സബ്ജക്റ്റിലും പ്രൊമൈസ് 2 സബ്ജക്റ്റിൽ ഇരിക്കേണ്ട സാധനം പ്രെഡിക്കേറ്റിലും ആണെങ്കിൽ നേരെ പ്രൊമൈസ് 2 പ്രൊമൈസ് 1 ആയും പ്രൊമൈസ് 1 പ്രൊമൈസ് 2 ആയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ എന്തായി? ആ പ്രശ്നം പരിഹരിക്കപ്പെടും. ഈ പറഞ്ഞ സാധനം ക്ലിയർ ആയിണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഈ സാധനമാണ് ചേഞ്ചിങ് ഓർഡർ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 1 2 ആവും 2 1 ആയിട്ട് നമ്മൾ എടുക്കുന്ന കേസുകളെയാണ് ബൈ ചേഞ്ചിങ് ഓർഡർ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് വളരെ അപൂർവം കേസിലേ വരാറുള്ളൂ. അത് വലിയ ചൊറയുള്ള പരിപാടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയ പ്രശ്നം തീരും. പക്ഷെ നമുക്ക് ഇപ്പൊ തന്നെ ഈ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഈഗിൾസിന്റെ എക്സാമ്പിൾ, അതിൻ്റെ അകത്ത് എന്തില്ല? അതിൻ്റെ അകത്ത് നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം എന്താ? രണ്ടിന്റെയും എവിടെ? രണ്ട് സബ്ജക്റ്റിലാ ഉള്ളത്. അവിടെ പക്ഷെ പ്രൊമൈസ് 2 നമ്മൾ തൊടണ്ട. കാരണം പ്രൊമൈസ് 2 സബ്ജക്റ്റിലാ സാധനം വേണ്ടത്, അത് അവിടെ തന്നെയാ ഉള്ളത്. പ്രൊമൈസ് 1 മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. ഓർഡർ ചേഞ്ച് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഈ മെത്തേഡും വർക്ക് ആവില്ല. പിന്നെയുള്ള രണ്ടാമത്തെ മെത്തേഡായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരിക അലൈൻമെന്റ് റെഡിയാക്കാന്. കൺവേർഷൻ എന്ന് പറയും. കൺവേർഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെയാണ് നമ്മൾ ഈ കൺവേർഷൻ ഓളിനെ സമ്മാക്കി മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റൂ എന്ന് പഠിച്ചൊരു സാധനം. അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. അതായത് ഓൾ ഈഗിൾസ് ആർ ബേർഡ്സ് എന്നുള്ളതിനെ നമ്മൾ സം എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അലൈൻമെന്റ് മാറ്റാൻ വേണ്ടി നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ സ്വാപ്പ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് കൂടി നമ്മൾ നടത്തണം. അതായത് ഓൾ ഈഗിൾസ് ആർ ബേർഡ്സിനെ സം സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റുമ്പോൾ സം ബേർഡ്സ് ആർ ഈഗിൾസ് എന്നാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഈഗിൾസിനെ അപ്പുറത്തേക്കും ബേർഡ്സിനെ ഇപ്പുറത്തേക്കും സ്വാപ്പ് ചെയ്യണം. ഓക്കെ, അലൈൻമെന്റ് ശരിയാക്കാൻ അനലിറ്റിക്കൽ മെത്തേഡിലെ ഫസ്റ്റ് സ്റ്റെപ്പില് കൺവേർഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓളിനെസ്, അതായത് കൺവേർഷൻ ടേബിൾ പ്രകാരം വെൻ യു convert the statement you have to swap those two words. രണ്ട് വാക്കുകളെ നിങ്ങൾ സ്വാപ്പ് ചെയ്യണം. ഇപ്പൊ കൺവേർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഓളിനെ സം ആക്കിയിട്ട് സം ഈഗിൾസ് ആർ ബേർഡ്സ് എന്ന് പറഞ്ഞാൽ പോരാ, സ്വാപ്പ് ചെയ്ത് പറയണം. സം ബേർഡ്സ് ആർ ഈഗിൾസ് എന്ന് പറയണം. ഇപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായി? സം ബേർഡ്സ് ആർ ഈഗിൾസ് എന്നും രണ്ടാമത്തെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, അത് കറക്റ്റ് ആയിരുന്നു, സം ഈഗിൾസ് ആർ വൈറ്റ് എന്നുമായിട്ട് മാറി. അപ്പൊ നോക്കുമ്പോൾ ഇതിലെ കോമൺ ടേം ആയ ഈഗിൾസ് ഇപ്പൊ എന്തായി? പ്രൊമൈസ് 1 പ്രെഡിക്കേറ്റിലും പ്രൊമൈസ് 2 സബ്ജക്റ്റിലുമായിട്ട് വന്നു ആസ് പെർ ദ റൂൾ. കത്തിയോ?
ഇതാണ് അനലിറ്റിക്കൽ മെത്തേഡിലെ ആദ്യത്തെ സ്റ്റെപ്പ്. അതായത് നമുക്ക് തന്ന സിലോജിസത്തിലെ പ്രിമൈസുകൾ അലൈൻമെന്റ് പ്രോപ്പർ ആയിട്ടാണോ ഉള്ളത്, അല്ലെങ്കിൽ വി ഹാവ് ടു അലൈൻ പ്രോപ്പർലി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ക്ലിയർ? Can we move to the second step? ഓളിനെ എങ്ങനെ ആക്കണ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കൺവേർഷൻ ടേബിൾ. ഓളിനെ സമ്മാക്കലാണോ ഈ കൺവേർഷൻ? ഓളിനെ സമ്മാക്കുക, നോനെ നോയാക്കി തന്നെ നിർത്തുക. പക്ഷെ എന്ത് ചെയ്യണം? സ്വാപ്പിംഗ് നടക്കണം, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ ഇതോടുകൂടി പരിപാടി കഴിയുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക്. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിളും കൂടി ചെയ്യാം. സം പെൻസ് ആർ പെൻസിൽ, സം ബോക്സ് ആർ പെൻസിൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. സം പെൻസ് ആർ പെൻസിൽ, സം ബോക്സ് ആർ പെൻസിൽ. നമ്മുടെ റൂൾസ് പ്രകാരം പ്രിമൈസ് 1ന്റെ പ്രെഡിക്കേറ്റിലും പ്രിമൈസ് 2ന്റെ സബ്ജക്റ്റിലുമായിട്ടാണ് ആര് വരേണ്ടത്? നമ്മുടെ കോമൺ ടേം വരേണ്ടത്. ഈ സം പെൻസ് ആർ പെൻസിൽ, സം ബോക്സ് ആർ പെൻസിലിലെ കോമൺ ടേം ആരാ? രണ്ട് പ്രൊമൈസിലും റിപ്പീറ്റ് ചെയ്യുന്ന പെൻസിലാണ്. അപ്പൊ പെൻസിൽ അവിടെ ഉണ്ട്, കോമൺ ടേം ഉണ്ട്. പ്രൊമൈസ് 1ന്റെ പ്രെഡിക്കേറ്റിലാണ് വരേണ്ടത്. ഓക്കെ, അത് കറക്റ്റ് ആണ്. പക്ഷെ പ്രൊമൈസ് 2 നോക്കുക, പ്രൊമൈസ് 2ന്റെ സബ്ജക്റ്റിലാ വരേണ്ടിയിരുന്നത്, ആളുള്ളത് പ്രെഡിക്കേറ്റിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ സാധനത്തിന് സ്റ്റേറ്റ്മെന്റിനെ ഓർഡർ ചേഞ്ച് ആക്കിയിട്ട് കാര്യമില്ല, കാരണം രണ്ടും പ്രെഡിക്കേറ്റിലായിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? രണ്ടാമത്തെ പ്രൊമൈസ് 2 ആണ് സബ്ജക്റ്റിൽ വരേണ്ടിയിരുന്നത്, അത് പ്രെഡിക്കേറ്റിലാണുള്ളത്, അതിനെ കൺവേർട്ട് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ പഠിച്ച കൺവേർഷൻ ടേബിൾ പ്രകാരം സമ്മിനെ സമ്മാക്കി മാത്രമേ, സമ്മിനെ സമ്മായിട്ട് തന്നെ നിലനിർത്തി കൺവേർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു സം സ്റ്റേറ്റ്മെന്റിനെ സം ആക്കി തന്നെ കൺവേർട്ട് ചെയ്യുക, സമ്മായി തന്നെ നിലനിൽക്കും. ബട്ട് ദ സ്വാപ്പിംഗ് വിൽ ബി ഹാപ്പൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ സം ബോക്സ് ആർ പെൻസിൽ എന്നുള്ളത് സം പെൻസിൽ ആർ ബോക്സ് എന്നായിട്ട് മാറും. അപ്പൊ എന്തായി? പെൻസിൽ എന്ന് പറയുന്നത് എന്തായി മാറിയതാ? പ്രൊമൈസ് 1ന്റെ പ്രെഡിക്കേറ്റിലും പ്രൊമൈസ് 2ന്റെ സബ്ജക്റ്റിലും കൺവേർട്ട്. ഇങ്ങനെയാണ് വരിക. ദിസ് ഇസ് ദ കറക്റ്റ്. രണ്ടാമത്തെ പ്രൊമൈസിന്റെ സബ്ജക്റ്റിലും ആയിട്ട് വരും. കൺവേർഷൻ ആൻഡ് കൺവേർഷൻ സം പെൻസ് ആർ പെൻസിൽസും പെൻസിൽസ് ആർ ബോക്സും അങ്ങനെ ആക്കും. അപ്പൊ ആദ്യത്തേല് പെൻസില് പ്രെഡിക്കേറ്റിലും രണ്ടാമത്തേല് പെൻസിൽ സബ്ജക്റ്റിലും ആയിരിക്കും. അപ്പൊ അലൈൻമെന്റ് കറക്റ്റ് ആയി. ഓക്കെ, കൺവേർഷൻ ചെയ്യുമ്പം സ്വാപ്പിംഗ് എന്ന് പറയുന്ന സാധനം കൂടി മൈൻഡിലേക്ക് വരണം. ഓക്കെ, അതിന് കൺവേർഷനും ഓർത്ത് വെക്കണം. ഓളിനെ സമ്മായി മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ, അവിടെ കൺവേർഷന്റെ കൂടെ സ്വാപ്പിംഗ് നടക്കണം. നോനെ നോയായി തന്നെ നിലനിർത്തണം, പക്ഷെ സ്വാപ്പിംഗ് നടക്കണം. സമ്മിനെ സമ്മായി തന്നെ നിലനിർത്തണം, പക്ഷെ സ്വാപ്പിംഗ് നടക്കണം. സം നോട്ടിനെ വി കനോട്ട് ബി കൺവേർട്ട്. ഇനി അടുത്തത് രണ്ടാമത്തതാണ്. വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് അലൈൻമെന്റ് കറക്റ്റ് ആക്കുന്നതായിരുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺക്ലൂഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വാലിഡ് കൺക്ലൂഷൻസ് മേക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതില് രണ്ട് പ്രിമൈസിൽ നിന്നാണ് നമ്മൾ കൺക്ലൂഷൻ ഉണ്ടാക്കുക. രണ്ട് പ്രിമൈസിൽ നിന്നാണ് നമ്മൾ കൺക്ലൂഷൻ ഉണ്ടാക്കുക. രണ്ട് പ്രിമൈസിൽ നിന്ന് കൺക്ലൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം എല്ലാ രണ്ട് പ്രിമൈസിൽ നിന്നും കൺക്ലൂഷൻ ഉണ്ടാവില്ല. എല്ലാ രണ്ട് പ്രിമൈസിൽ നിന്നും കൺക്ലൂഷൻ ഉണ്ടാവില്ല. സോ അതിൻ്റെ ഒരു പ്രയോറിറ്റി റൂൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. IEA റൂൾ എന്ന് പറയും. പ്രയോറിറ്റി റൂൾ. എന്ന് പറഞ്ഞാൽ ഐ സ്റ്റേറ്റ്മെന്റുകൾ. ഐ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സം സ്റ്റേറ്റ്മെന്റുകളാണ് ഐ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നോ ടൈപ്പ് സെന്റൻസുകൾ. എ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓൾ ടൈപ്പ് സെന്റൻസുകൾ. അപ്പൊ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ രണ്ടിനെയും, പ്രിമൈസ് 1നെയും പ്രിമൈസ് 2നെയും കൺവേർട്ട് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വിചാരിക്കാം. രണ്ടിനെയും കൺവേർട്ട് ചെയ്താൽ മാത്രമേ മുമ്പോട്ട് പോവൂ എന്നുള്ള സംഗതികളിൽ എത്തുമ്പോൾ അതില് ഒന്ന് സം സ്റ്റേറ്റ്മെന്റും ഒന്ന് നോ സ്റ്റേറ്റ്മെന്റും ആണ് വിചാരിക്കും. പ്രൊമൈസ് 1 ഉണ്ട്, പ്രൊമൈസ് 2 ഉണ്ട്. രണ്ടിനെയും കൺവേർട്ട് ചെയ്തേ പറ്റൂ, എന്നാലേ അതിന്റെ അലൈൻമെന്റ് ശരിയാവൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ, സപ്പോസ് ഇതിലെ പ്രൊമൈസ് 1 ഒരു നോ ടൈപ്പ് സെന്റൻസും പ്രൊമൈസ് 2 ഒരു സം ടൈപ്പ് സെന്റൻസും ആണെങ്കിൽ
ഒരു സം ടൈപ്പ് സെന്റൻസും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതിൽ രണ്ടിനെയും ചിലപ്പം, അതായത് രണ്ടിനെയും കൺവേർട്ട് ചെയ്യേണ്ട കേസിൽ രണ്ടും രണ്ട് സ്വഭാവമുള്ള സാധനങ്ങളാണെങ്കിൽ കൺവേർഷൻ റൂള് പ്രകാരം നമ്മൾ പ്രയോറിറ്റി റൂൾ അപ്ലൈ ചെയ്യണം. അതായത് IEA റൂൾ അപ്ലൈ ചെയ്യുക എന്ന് പറയും. അതായത് നിങ്ങൾ എപ്പോഴും ആദ്യം കൺവേർട്ട് ചെയ്യേണ്ടത് I സ്റ്റേറ്റ്മെന്റിനെ ആയിരിക്കണം, പിന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ സ്റ്റേറ്റ്മെന്റിനെയാണ്, അത് കഴിഞ്ഞ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് A സ്റ്റേറ്റ്മെന്റിനെയാണ്. ഇതാണ് പ്രയോറിറ്റി റൂൾ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ നമ്മൾ കൺക്ലൂഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ചാർട്ടും കൂടി നമ്മൾ അതിന്റെ കൂടെ, അതായത് 6 കേസുകളിൽ മാത്രമേ വാലിഡ് കൺക്ലൂഷൻ അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളതാണ് റൂള്. അതായത് 2 ഓൾ സ്റ്റേറ്റ്മെന്റുകൾ ചേർന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന കൺക്ലൂഷൻ ഓൾ സ്റ്റേറ്റ്മെന്റ് തന്നെയായിരിക്കും. 2 ഓൾ ടൈപ്പ് സെന്റൻസുകൾ ചേർന്നാൽ നിങ്ങളുടെ കൺക്ലൂഷനും ഓൾ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ ഓപ്ഷനിലെ 2 ഓൾ ടൈപ്പ് സെന്റൻസുകൾ ചേർന്ന് ഓൾ ടൈപ്പ് കൺക്ലൂഷൻ അല്ല ഉണ്ടായതെങ്കിൽ ആ കൺക്ലൂഷൻ വാലിഡ് അല്ല എന്നർത്ഥം. ഓക്കെ, പക്ഷെ അതിന്റെ സ്റ്റെപ്പ് 1 പ്രൊമൈസിന്റെ അലൈൻമെന്റ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ടാവണം. കൺവേർട്ട് ചെയ്ത് ഓൾ ടൈപ്പ് സെന്റൻസിലേക്ക് ചിലപ്പോൾ ചിലത് മാറിയിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഈ കൺക്ലൂഷൻ ചെക്ക് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് സ്റ്റെപ്പ് 1 കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോസസ്സാണ് സ്റ്റെപ്പ് 2. അതായത് കൺവേർഷൻ സാധനങ്ങളും ഒക്കെ ഓളാക്കിയിട്ടുണ്ടാവും. അങ്ങനെയാണോ? സമ്മിനെ കഴിഞ്ഞിട്ട് സമ്മിനെ ചിലപ്പം, എല്ലാ കേസിലും ഓളാക്കണം എന്നില്ല, വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ, അതായത് പ്രെഡിക്കേറ്റും സബ്ജക്റ്റും അലൈൻ ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. വെറുതെ ടീച്ചർ പറഞ്ഞത് ഓളിനെ സമ്മാക്കാനല്ലേ പറ്റുള്ളൂ. ഓളിനെ അതെ, അതായത് നമ്മൾ ഓളാക്കാൻ പറ്റുമോ? ഇല്ല, സമ്മിനെ ഓളാക്കാൻ പറ്റില്ല. അതായത് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള പ്രൊമൈസിൽ നിന്നും നമുക്ക് കിട്ടിയ കൺവേർട്ട് ചെയ്ത സാധനത്തിന്റെ സ്വഭാവം മാറിയിട്ടുണ്ടാവും. അതാണ് ഉദ്ദേശിച്ചത്. അതായത് ക്വസ്റ്റ്യനിൽ തന്ന സാധനം ആയിരിക്കില്ല നമുക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം കിട്ടിയ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സ്വഭാവം മാറിയിട്ടുണ്ടാവും. അപ്പൊ സ്റ്റെപ്പ് 1 കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോസസ്സാണ് സ്റ്റെപ്പ് 2. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ 2 ഓൾ ടൈപ്പ് സെന്റൻസ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവരുത്. സ്റ്റെപ്പ് 1 കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്റ്റെപ്പ് 2നെ കുറിച്ച് ആലോചിക്കാൻ കൂടി പാടുള്ളൂ. എവിടെ? അനലിറ്റിക്കൽ മെത്തേഡിൽ. അപ്പൊ സ്റ്റെപ്പ് 1 കൺവേർഷനും സ്വാപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് പ്രെഡിക്കേറ്റും സബ്ജക്റ്റും ഒക്കെ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ സ്റ്റെപ്പ് 2 കടക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം നമ്മുടെ പ്രൊമൈസുകൾ ഏത് സ്വഭാവത്തിലുള്ളതാണ് നോക്കലാണ്. അപ്പോ നമുക്ക് തന്ന പ്രൊമൈസുകൾ അല്ലെങ്കിൽ കൺവേർട്ട് ഒക്കെ ഉദാഹരണം വെച്ച് പറയും. നമുക്ക് തന്ന 2 സ്റ്റേറ്റ്മെന്റുകളും ഓക്കെ, 2 പ്രൊമൈസുകളും ഓൾ ടൈപ്പ് പ്രൊമൈസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കൺക്ലൂഷനും ഒരു ഓൾ ടൈപ്പ് സെന്റൻസ് ആയിരിക്കും. അതായത് A+A = കിട്ടുന്ന കൺക്ലൂഷൻ ഒരു A ടൈപ്പ് സെന്റൻസ് ആയിരിക്കണം. അപ്പൊ നമുക്ക് തന്ന ഓപ്ഷനിലുള്ള കൺക്ലൂഷൻസ് ഒരു A ടൈപ്പ് സെന്റൻസ് അല്ലെങ്കിൽ ഓക്കെ, അത് വാലിഡ് അല്ല. A ടൈപ്പ് സെന്റൻസ് അല്ലെങ്കിൽ അതിന് ഇൻവാലിഡ് എന്നാണ് പറയാ. 2 ഓൾ ടൈപ്പ് സെന്റൻസുകൾ ചേർന്നാൽ അതിന്റെ കൺക്ലൂഷനും ഓൾ ആയിരിക്കണം. അതാണ് അനലിറ്റിക്കലിന്റെ ആദ്യത്തെ റൂള്. രണ്ടാമത്തത്, ഒരു ഓൾ ടൈപ്പ് സെന്റൻസിനെയും ഒരു നോട്ട് ടൈപ്പ് സെന്റൻസിനെയും മെർജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ ഒരു നോട്ട് ടൈപ്പ് സെന്റൻസ് ആയിരിക്കും. ഇനി ഒരു നോട്ട് ടൈപ്പ് സെന്റൻസിനെയും ഒരു ഓൾ ടൈപ്പ് സെന്റൻസിനെയും കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് O സ്റ്റാർ ആണെന്നാ പറയാ. O സ്റ്റാർ എന്ന് പറഞ്ഞാൽ O എന്ന് പറഞ്ഞ എന്ത് ടൈപ്പ് സെന്റൻസാ? O എന്ന് പറഞ്ഞ എന്ത് ടൈപ്പ് സെന്റൻസാ? O എന്ന് പറഞ്ഞാൽ സം നോട്ട് ആണ്. അതിനെ സ്വാപ്പ് ചെയ്ത് സം നോട്ടിനെ O ടൈപ്പ് എന്നുള്ള നമ്മൾ അവിടെ പഠിച്ച O ടൈപ്പ് സെന്റൻസുകളെ നമ്മൾ സം നോട്ട് എന്നാ പഠിച്ചത്. O സ്റ്റാർ എന്ന് പറയുമ്പോൾ സം നോട്ടിനെ തിരിച്ചിടലാണ്. അതായത് സം പെൻസ് ആർ നോട്ട് ബുക്ക് എന്നുള്ള സെന്റൻസ് O ടൈപ്പ് സെന്റൻസ് അല്ലേ? ആണോ അല്ലയോ? സം പെൻസ് ആർ നോട്ട് ആണ്. ഇതിന്റെ O സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇതിനെ സ്വാപ്പ് ചെയ്യലാണ്. എങ്ങനെ സ്വാപ്പ് ചെയ്യാം? സം ബുക്ക് ആർ നോട്ട് പെൻ. ഓക്കെ, ദിസ് ഇസ് ഓന്റെ O സ്റ്റാർ. ഓനെ തിരിച്ചിടലാണ്, സ്വാപ്പ് ചെയ്യലാണ് O സ്റ്റാർ. സം പെൻസ് ആർ നോട്ട് ബുക്ക് എന്നുള്ളതിന് സം ബുക്ക് ആർ നോട്ട് പെൻസ് എന്ന് പറഞ്ഞാൽ O സ്റ്റാർ ആയി. ക്ലിയർ?
ഇത് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ സം പറ്റാത്ത പെൻസ് ആർ അവസ്ഥ നോട്ട് ബുക്ക് എന്നുള്ളതിനെ ബുക്ക് എന്നുള്ളത് സം ബുക്ക് ആർ നോട്ട് പെൻസ്, വേർഡ്സ് തിരിച്ചിടുക, സ്വാപ്പ് ചെയ്യുക. കൺവേർഷനിൽ നമ്മൾ ചെയ്ത സ്വാപ്പിംഗ് അത് സം നോട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓ സ്റ്റാർ ആയി. ഓനെ സ്വാപ്പ് ചെയ്താൽ ഓ സ്റ്റാർ ആയി. ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുന്നത് അല്ല, അത് അനലിറ്റിക്കൽ റൂള് പ്രകാരമുള്ള റൂളാണ്. ഒരു ഇ സ്റ്റേറ്റ്മെന്റും ഒരു എ സ്റ്റേറ്റ്മെന്റും മെർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഓ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ആ ഓ സ്റ്റേറ്റ്മെന്റിനെ ഓ സ്റ്റാർ ആക്കി മാറ്റിയാലാണ് അതിന്റെ കൺക്ലൂഷൻ ആവുക എന്നുള്ളതാണ് അതിന്റെ മെത്തേഡ്. ഒരു ഇ ടൈപ്പ് സെന്റൻസിനെയും ഒരു എ ടൈപ്പ് സെന്റൻസിനെയും മെർജ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എൻ ഓ ടൈപ്പ് സെന്റൻസ്. അതിനെ ഓ സ്റ്റാർ ആക്കി മാറ്റിയാലാണ് അതിന്റെ വാലിഡ് കൺക്ലൂഷൻ ആവുക. ദിസ് ഇസ് എ റൂൾ ബിലോങ്സ് ടു അനലിറ്റിക്കൽ മെത്തേഡ്. ഓക്കെ, അപ്പൊ സം നോട്ടിനെ സം നോട്ടാക്കി തന്നെ നിലനിർത്തണം. അപ്പൊ അവിടെ നമ്മള് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റി കൊടുക്കേണ്ടി വരും. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാം. ഇതേപോലെ തന്നെയാണ് ഇയും ഐയും മെർജ് ആവുമ്പോഴും അതിന്റെ ഓ സ്റ്റാർ ആണ് ഉണ്ടാവുക. ഓക്കെ, ഒരു ഇ സ്റ്റേറ്റ്മെന്റും ഒരു ഐ സ്റ്റേറ്റ്മെന്റും മെർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഓ സ്റ്റേറ്റ്മെന്റാ കിട്ടുക. അതിനെ ഓ സ്റ്റാർ ആക്കി എഴുതിയാലാണ് എന്തായി മാറുക, അതിന്റെ വാലിഡ് കൺക്ലൂഷൻ ആയിട്ട് മാറുക. അതേപോലെ ഐയും എയും ചേർന്നാൽ ഒരു ഐ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് മാറുക. ഐയും ഇയും ചേർന്നാൽ ഓ ആയിട്ടാണ് മാറുക. ഈ 6 കേസുകളിൽ മാത്രമേ വാലിഡ് കൺക്ലൂഷൻ ഉണ്ടാക്കാൻ പറ്റൂ. ദീസ് ആർ ദ ഓൺലി 6 cases ഓഫ് കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ ബിലോങ്സ് ടു അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു അനലിറ്റിക്കൽ മെത്തേഡ് എന്നാ പറയാം. അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം ഈ 6 കോണ്ടെക്സ്റ്റുകളിൽ മാത്രമേ വാലിഡ് കൺക്ലൂഷൻ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഐയും ചേർന്നാൽ ഒരു വാലിഡ് കൺക്ലൂഷൻ ഉണ്ടാവില്ല, ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് അനലിറ്റിക്കൽ മെത്തേഡ് പറയുന്നത്. ഈ 6 കേസുകളെ മാത്രമേ അനലിറ്റിക്കൽ റൂൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ വാലിഡ് ആയിട്ട്. ഓക്കെ, ക്ലിയർ? പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. കോൺസെപ്റ്റ് ക്ലിയർ ആണ്, പക്ഷെ ഇതെങ്ങനെ നമുക്കിത് പഠിച്ചെടുക്കണം അങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് ഈ സാധനം വെച്ചൊരു സംഭവം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു പ്രോബ്ലം. ആ ഐ വന്നാൽ എന്താ പറഞ്ഞത് മാം? അതിന് തൊട്ട് മുന്നേ ഐ പ്ലസ് ഇയോ ഐ പ്ലസ് ഇ ഓ ആയിട്ട് മാറും. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കേ. നമുക്ക് തന്നതിൽ അപ്പൊ നമുക്കൊരു നമ്മളെ റൂൾ എന്തായിരുന്നു? പ്രൊമൈസ് 1ന്റെ പ്രെഡിക്കേറ്റിലും പ്രൊമൈസ് 2ന്റെ സബ്ജക്റ്റിലും ആയിരിക്കണം ആര്? കോമൺ ടേം, ദ മിഡിൽ ടേം. അതവിടെ നോട്ടെ, അതാണ് നമ്മുടെ അലൈൻമെന്റ് വേണ്ടത്. അപ്പൊ നമുക്ക് 2 പ്രൊമൈസ് തന്നിട്ടുണ്ട്. ഓൾ പെൻസ് ആർ പെൻസിൽ, സം പെൻസ് ആർ ബോക്സ്. ഓൾ പെൻസ് ആർ പെൻസിൽ, സം പെൻസ് ആർ ബോക്സ്. അപ്പൊ ഇതിലെ കോമൺ ടേം ആരാ? All pens are pencils. കോമൺ ടേം പെന്ന്. ഇപ്പൊ പെന്ന് ഇവിടെയാണ് പെന്നില്ലേ, ഇവിടെയാണ് പെന്നില്ലേ. അപ്പൊ പ്രൊമൈസ് 2ന്റെ കേസ് നോക്കുമ്പോ നോക്കാം. പ്രൊമൈസ് 2വില് സബ്ജക്റ്റിലായിരിക്കണം ആരുണ്ടായിരിക്കേണ്ടത്? പെന്നുണ്ടായിരിക്കേണ്ടത്. പ്രൊമൈസ് 1ല് അത് പ്രെഡിക്കേറ്റിലുമായിരിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മള് IEA റൂള് പ്രകാരം കൺവേർട്ട് ചെയ്യണം. കൺവേർഷൻ റൂളിന്റെ പ്രയോറിറ്റി IEA ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് നമുക്ക് തന്ന സ്റ്റേറ്റ്മെന്റുകളുടെ അലൈൻമെന്റ് കറക്റ്റ് അല്ല, ഇത് ഉൾട്ടയാക്കിയത് സ്റ്റേറ്റ്മെന്റിന്റെ ഓർഡർ മാറ്റിയിട്ട് ഇത് റെഡി ആവില്ല. അപ്പൊ ആ മെത്തേഡ് നമ്മൾ കളഞ്ഞു. അപ്പൊ ഇനി സ്വാഭാവികമായി നമ്മൾ കൺവേർഷൻ റൂൾ അപ്ലൈ ചെയ്യണം. കൺവേർഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പം അവിടെ പ്രയോറിറ്റി റൂൾ ഉണ്ട്. ആ പ്രയോറിറ്റി റൂളിനെ IEA മെത്തേഡ് എന്നാണ് പറയാ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാ നമുക്ക് തന്ന 2 പ്രൊമൈസുകളിൽ IEA റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യേണ്ടത് ഐ സ്റ്റേറ്റ്മെന്റിനെയാണ് എന്നർത്ഥം. ഓക്കെ, ക്ലിയർ? നമ്മള് ഓർഡറിലാണല്ലോ ഉള്ളത്. പ്രൊമൈസ് 1ല് പ്രെഡിക്കേറ്റിലും 2 സബ്ജക്റ്റിലാണ്. പക്ഷെ IEA റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഐനെ ചെയ്തതിന് ശേഷം മാത്രമേ തൊട്ടടുത്തതിലേക്ക്, അതായത് that's why it's known as priority. അല്ലല്ലോ, ഇവിടെ രണ്ടും സബ്ജക്റ്റിലല്ലേ കിടക്കുന്നത്? രണ്ടും സബ്ജക്റ്റിലാണ്. പ്രൊമൈസ് 2ലും സബ്ജക്റ്റിലാണ്. അപ്പൊ മാറ്റണ്ടല്ലോ എന്നാണ് ചോദ്യം. IEA റൂൾ പ്രകാരം കൺവേർഷൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ നിർബന്ധമായും സം സ്റ്റേറ്റ്മെന്റിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഓക്കെ, സം സ്റ്റേറ്റ്മെന്റിൽ പറയാം അതിന്റെ സംഭവത്തിലേക്ക് വരാം. പ്രൊമൈസ് 1ൽ ഇപ്പൊ അത് സബ്ജക്റ്റിലാണുള്ളത്, പ്രൊമൈസ് 2ലും അത് സബ്ജക്റ്റിലാണുള്ളത്. നമ്മൾ അലൈൻമെന്റ് പ്രകാരം പ്രൊമൈസ് 1ൽ പ്രെഡിക്കേറ്റിലാണ് വരേണ്ടത്, പ്രൊമൈസ് 2ൽ സബ്ജക്റ്റിലാണ് വരേണ്ടത്.
അപ്പൊ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്തത് കൊണ്ട് അതിന്റെ അലൈൻമെന്റ് റെഡി ആവില്ല. അപ്പൊ നമ്മൾ കൺവേർഷൻ റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, കൺവേർഷൻ റൂൾ അപ്ലൈ ചെയ്യണം. കൺവേർഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പം അവിടെ IEA റൂളിനെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. IEA റൂൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് ഒരു I സ്റ്റേറ്റ്മെന്റിനെ ആയിരിക്കണം. പിന്നെ നമ്മൾ E ഉണ്ടെങ്കിൽ ഈനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, പിന്നെ എ ഉണ്ടെങ്കിൽ എനെ. അതാണ് അതിന്റെ ഒരു പ്രയോറിറ്റി കോൺസെപ്റ്റ് വരുന്നത്. അതിനുശേഷമേ ബാക്കിയുള്ളതിനെയൊക്കെ നമ്മൾ കൺസിഡർ പോലും ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ I സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഐനെ കൺവേർട്ട് ചെയ്താൽ I തന്നെയായിട്ടാണ് മാറുക എന്നാണ് നമ്മൾ പഠിച്ചത്. ഐനെ കൺവേർട്ട് ചെയ്താൽ I ആയിട്ട് തന്നെയാണ് മാറുക എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഐനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ സം പെൻസ് ആർ ബോക്സ് എന്നുള്ളതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറി? സം ബോക്സ് ആർ പെൻ എന്നായിട്ട് മാറൂലേ? സം പെൻസ് ആർ ബോക്സ് എന്നുള്ളതിനെ സമ്മനാക്കണം. സമ്മായിട്ട് മാറ്റാൻ അപ്പൊ പറ്റും. നമുക്ക് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റാൻ അങ്ങോട്ട് കൊണ്ട് മാറ്റിയാൽ മതി. ഓക്കെ, ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആണോ? നമുക്ക് തന്നതായി ചോദിച്ചാല് എന്താണ് ഇപ്പൊ പറഞ്ഞത് മനസ്സിലായി. നമുക്ക് തന്ന സ്റ്റേറ്റ്മെന്റ് അലൈൻഡ് ആയിരുന്നില്ല, അലൈൻഡ് ആക്കണം. അലൈൻഡ് ആക്കാൻ 2 വഴികളെ അനലിറ്റിക്കൽ മെത്തേഡ് പുട്ട് ഫോർത്ത് ചെയ്യുന്നുള്ളൂ. അതിൽ ആദ്യത്തേത് സ്റ്റേറ്റ്മെന്റിന്റെ ഓർഡർ മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ മാറ്റിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, മാറൂല, രണ്ടും സബ്ജക്റ്റിലാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡ് കൺവേർഷൻ റൂൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കൺവേർഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ പ്രയോറിറ്റി റൂൾ മറന്നു പോകരുത്, വിച്ച് ഇസ് നോൺ ആസ് IEA റൂൾ. ഐനെ തൊട്ടതിന് ശേഷമേ ഈനെ തൊടാൻ പാടൂ, അതിനെ തൊട്ടതിന് ശേഷമേ ഏനെ തൊടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് I ഉണ്ട്. അപ്പൊ ആദ്യം ഐനെയാണ് തൊടേണ്ടത്. ഐനെ തൊട്ട സമയത്ത് സ്വാഭാവികമായും ഐനെ ആയി തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റൂ, പക്ഷെ സ്വാപ്പിംഗ് നടക്കും. അപ്പൊ സം പെൻസ് ആർ ബോക്സ് എന്നുള്ളത് സ്വാപ്പിംഗ് നടന്ന് സം ബോക്സ് ആർ പെൻസ് എന്നായിട്ട് മാറും. അപ്പൊ നമ്മൾ കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റൂൾ ഒന്ന് നോക്കുക. പ്രിമൈസ് 1ന്റെ, അതായത് പെന്നാണ് നമ്മുടെ എന്താ പറയാ കോമൺ ടേം അല്ലെങ്കിൽ മിഡിൽ ടേം. അപ്പൊ പ്രിമൈസ് 1ല് ഇപ്പോഴും അത് ഇരിക്കുന്നത് എവിടെയാണ്? സബ്ജക്റ്റിലാണ്. പ്രിമൈസ് 2ല് പക്ഷെ അത് എന്തായി മാറി? പ്രെഡിക്കേറ്റിലേക്ക് മാറി. ഇനി നോക്കുക, ഇനി ഇതിനെ ബൈ ചേഞ്ചിങ് ദ ഓർഡർ ആക്കിയാൽ, ഞാൻ ആലോചിച്ചോക്കെ, ഇനി ഇതിന്റെ ഓർഡർ മാറ്റിയാൽ ഇതെന്തായി? നമ്മുടെ റൂള് പ്രകാരമായി. ഓക്കെ, ഒരു പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴുള്ള സംഭവങ്ങളാണ്. എല്ലാ വഴികളിലൂടെയും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്തു, കൺവേർട്ട് ചെയ്തിട്ട് അതിനെ സെറ്റ് ആക്കി വെച്ചു. ഇനി വീണ്ടും അതിനെ ഏനെ കൺവേർട്ട് ചെയ്ത് സമ്മാക്കുക എന്നുള്ള പരിപാടി ഇനി ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചെയ്യണ്ട. കാരണം എന്താ? നമ്മൾ ഉണ്ടാക്കിയ പുതിയ 2 സ്റ്റേറ്റ്മെന്റിനെ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയാൽ, തിരിച്ചെഴുതിയാൽ ഇങ്ങനെയാണ് തിരിച്ചെഴുതുമ്പോൾ പ്രിമൈസ് 2നെ, ഇവിടുത്തെ പ്രിമൈസ് 2 എന്തായി മാറി? പ്രിമൈസ് 1 ആയിട്ട് മാറി. ഇവിടുത്തെ പ്രിമൈസ് 1നെ പ്രിമൈസ് 2 ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെ തിരിച്ചെഴുതി. ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള നമ്മുടെ ഫസ്റ്റത്തെ മെത്തേഡ് നമ്മൾ ഇവിടെ മെർജ് ചെയ്തു. അങ്ങനെ മെർജ് ചെയ്തപ്പോ പെൻ എന്ന് പറയുന്ന നമ്മുടെ കോമൺ ടേം പ്രിമൈസ് 1ന്റെ പ്രെഡിക്കേറ്റിലും പ്രിമൈസ് 2ന്റെ സബ്ജക്റ്റിലും വന്നോ? മനസ്സിലായില്ല. അതായത് ഈ ഒരു കൺവേർട്ട് ചെയ്തപ്പം പ്രിമൈസ് 1ന്റെ സബ്ജക്റ്റിലാണ് പെൻ ഇരിക്കുന്നത്, പ്രിമൈസ് 2ന്റെ പ്രെഡിക്കേറ്റിലാണ് പെൻ ഇരിക്കുന്നത്. പക്ഷെ വരേണ്ടത് ഇങ്ങനെയല്ലേ? അപ്പൊ ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക്, അതുകൊണ്ട് അതിന് അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതിനെ ഉൾട്ടയാക്കി, അതായത് ഈ പ്രിമൈസ് 2നെ പിടിച്ച് പ്രിമൈസ് 1ഉം പ്രിമൈസ് 1നെ പിടിച്ച് പ്രിമൈസ് 2 ആയിട്ട് എഴുതിയാൽ ഈ റൂള് പ്രകാരം കോമൺ ടേം അലൈൻ ചെയ്യൂലേ? ഓൾ പെൻസ് ആർ പെൻസിലിനെ രണ്ടാമത്തെ പ്രിമൈസ് ആയിട്ട് എടുക്കുക, സം ബോക്സ് ആർ പെന്നിനെ പ്രിമൈസ് 1 ആയിട്ട് എടുക്കുക. ബൈ ചേഞ്ച് 2 മെത്തേഡ് നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡിൽ പറഞ്ഞു. ബൈ ചേഞ്ചിങ് ദ ഓർഡറും കൺവേർഷനും രണ്ടും മാറി മാറി കോണ്ടെക്സ്റ്റൽ ആയിട്ട് ഉപയോഗിക്കും. ആദ്യം കൺവേർഷൻ ചെയ്ത് കൺവേർട്ട് ചെയ്തത് കഴിഞ്ഞതിന് ശേഷം ഓർഡർ ചേഞ്ച് ചെയ്താൽ ഇത് നമ്മുടെ റൂളിന് ഓക്കെ ആവോ എന്ന് നോക്കും. റൂളിന് ഓക്കെ ആവുമെങ്കിൽ പിന്നെ അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കൺവേർട്ട് ചെയ്ത ഇതിപ്പോ ഈ രണ്ടാമത്തെ ഓർഡർ ആണോ? IEA എന്നുള്ളതിലുള്ള രണ്ടാമത്തെ ഓർഡർ ആണോ? ഇത് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇത് നമ്മൾ കൺവേർട്ട് ചെയ്തത്. ഓക്കെ, ഇത് നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്തത്. ദിസ് ഇസ് ദ ഫൈനൽ വൺ. എത്തിയോ?
അപ്പൊ ഇങ്ങനെ ചെയ്യണം, രണ്ടും ഇങ്ങനെ ചെയ്യണം, ഇതൊക്കെ നോക്കി ചെയ്യണം. അനലൈസ്. അതുകൊണ്ട് അതിന് അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് രണ്ട് പറയുന്നത്. സ്റ്റെപ്പ് ചെയ്യണോ? അപ്പോഴും രണ്ട് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഇനി നമ്മൾ കൺക്ലൂഷനിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ പ്രൊമൈസിലാ നിൽക്കുന്നത്, കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. കൺക്ലൂഷനിൽ എത്താൻ നമ്മൾ IE റൂളൊക്കെ അപ്ലൈ ചെയ്തിട്ട് എന്ത് നോക്കണം? ഈ സാധനം മാച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത്, അതായത് കൺവേർഷൻ അനലിറ്റിക്കൽ മെത്തേഡിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിലേക്കാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അപ്ലൈ ചെയ്യേണ്ടതൊക്കെ ഇതിലാണ്. അപ്പൊ നമുക്ക് തന്ന പ്രിമൈസ് 1 ഇപ്പം, അതായത് ആസ് പെർ ദ ലാസ്റ്റ് 1 പ്രകാരം പ്രിമൈസ് 1 ഒരു I സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, പ്രിമൈസ് 2 ഒരു A സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, അതിൽ സംശയമില്ലല്ലോ. പ്രിമൈസ് 1 ഒരു I സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രിമൈസ് 2 ഒരു A സ്റ്റേറ്റ്മെന്റ് ആണ്, അതിൽ സംശയമുണ്ടോ? ഇല്ല. ഇനി Iയും Aയും ചേർന്നാൽ എന്ത് കൺക്ലൂഷൻ ഉണ്ടാവും എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മള്. Iയും Aയും ചേർന്നാൽ ഉണ്ടാവുന്ന കൺക്ലൂഷൻ ഒരു I സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഒരു സം സ്റ്റേറ്റ്മെന്റും ഒരു ഓൾ സ്റ്റേറ്റ്മെന്റും ചേർന്നാൽ ഉണ്ടാവുന്ന കൺക്ലൂഷൻ ഒരു സം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായും നമുക്ക് ഉറപ്പിക്കാം ഇതിന്റെ കൺക്ലൂഷൻ സമ്മിലാണ് തുടങ്ങുക എന്ന് ഉറപ്പിക്കാവേ. സമ്മിൽ. അപ്പൊ നമ്മൾ കൺക്ലൂഷൻ എഴുതി തുടങ്ങുമ്പോ സമ്മിൽ തുടങ്ങും, ഉറപ്പിക്കാം. Iയും Aയും മെർജ് ആയാൽ IA ഉണ്ടാവുള്ളൂ. ഓക്കെ, സം ആവും. ഇനി സം കഴിഞ്ഞ് പിന്നെ എന്തൊക്കെ വരും എന്നുള്ള സാധനങ്ങളാണ് നമുക്ക് എന്ത് വരിക, നമുക്കൊരു കൺഫ്യൂഷൻ വരിക. അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന് ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ അല്ലാതെ ഭയങ്കരമായിട്ട് കാട് കയറി ആലോചിക്കുമ്പോൾ ആ സാധനം കിട്ടൂല. ഞാൻ പറഞ്ഞുതരാം, വേറെ കളർ എടുക്കട്ടെ. അതായത് നമ്മൾ അവസാനം ഫൈനലൈസ് ചെയ്ത് വെച്ച 2 പ്രിമൈസുകൾ ഉണ്ടല്ലോ, ദ ലാസ്റ്റ് 1, ഇവിടെയാണല്ലോ, ഇവിടെ നിന്നാണല്ലോ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ആ സ്റ്റേറ്റ്മെന്റിന്റെ കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങൾ അങ്ങോട്ട് വെട്ടിക്കളയാം. അതായത് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് പെന്നും ആണ് വരുന്നത്, വെട്ടിക്കളഞ്ഞു. ഓക്കെ, വെട്ടിക്കളഞ്ഞ് പെന്നും കോമൺ ആയിട്ട് വരുന്നത് വെട്ടിക്കളഞ്ഞു. നമ്മുടെ കൺക്ലൂഷൻ സമ്മിന്റെ സ്വഭാവമാണ് കാണിക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമ്മിലാണ് കൺക്ലൂഷൻ എഴുതി തുടങ്ങേണ്ടത്. എന്നിട്ട് സം ബോക്സ്, ബാക്കിയുള്ള ആളെടുത്തിട്ട് സം ബോക്സ് ആർ പെൻസ് എന്ന് എഴുതാം. കോമൺ ഉള്ള സാധനത്തിന് വെട്ടിക്കളഞ്ഞാൽ ബാക്കിയുള്ളതിനെ വെച്ച് കൺക്ലൂഷൻ ഉണ്ടാക്കാം. ഇങ്ങനെയാണ് അനലിറ്റിക്കൽ മെത്തേഡിൽ കൺക്ലൂഷനിലേക്ക് എത്തുക. അവസാനം നമ്മൾ എത്തി നിൽക്കുന്ന 2 പ്രൊമൈസിലെ കോമൺ ടേമിനെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് തന്ന പ്രൊമൈസിന്റെ കൺക്ലൂഷൻ ഏത് സ്വഭാവമുള്ളതായിരിക്കുമെന്ന് ഈ ചാർട്ട് നോക്കുക. നമുക്ക് തന്നത് Iയും Aയും പ്രൊമൈസ് ആണ്, അത് I ആയേ മാറൂ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ സമ്മിലാണ് തുടങ്ങുക. സമ്മിൽ തുടങ്ങി പിന്നെ വെട്ടാതെ നിൽക്കുന്ന പ്രൊമൈസ് 1 ആളായിരിക്കും ഇവിടുത്തെ സബ്ജക്റ്റ് വരിക, മറ്റ് ആളായിരിക്കും ഇതിലെ പ്രെഡിക്കേറ്റ് വരിക. ഓക്കെ, എനി ഡൗട്ട്സ്? കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. റാൻഡം ആയിട്ട് ഇങ്ങനെ 2-3 സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഈ സംഗതി മനസ്സിലായി. വെട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും സം ബോക്സ് ആർ പെൻസിലാണ് വരിക എന്നുള്ളത്. പക്ഷെ ഇത് ഇങ്ങനെ മൊത്തത്തിൽ എങ്ങനെ കൺക്ലൂഡ് ചെയ്യല് എന്നുള്ളൊരു ഡൗട്ട്. ആദ്യം നമുക്ക് ചോദ്യത്തിൽ 2 പ്രൊമൈസ് തന്നിട്ടുണ്ടാവും, അത് അലൈൻഡ് ആണോ നോക്കുക, അല്ലെങ്കിൽ അതിനെ അലൈൻ ചെയ്യുക. ഈ അലൈൻ ചെയ്യുന്ന പ്രോസസ് ആണ് ഈ ആദ്യം ചെയ്തതൊക്കെ. അതായത് കൺവേർട്ട് ചെയ്യുക, ഓർഡർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെ. കൺവേർട്ട് ചെയ്തിട്ട് കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, ആ സ്റ്റേറ്റ്മെന്റിനെ ഓർഡർ ചേഞ്ച് ചെയ്താൽ നമ്മുടെ റൂള് പ്രകാരം ആവുമെങ്കിൽ പിന്നെ അതിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ഓർഡർ ചേഞ്ച് ചെയ്തില്ലല്ലോ. ഓർഡർ ചേഞ്ച് ചെയ്തല്ലോ, ഓർഡർ ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടിയത്. ഓക്കെ, രണ്ടും കോണ്ടെക്സ്റ്റിലായിട്ട് തന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറി മാറി ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ, എനി ഡൗട്ട്സ്? ഇതോടുകൂടി ലോജിക്കൽ റീസണിങ്ങിന്റെ പ്രാക്ടിക്കൽ സൈഡുകളൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഓൾ ദ പ്രാക്ടിക്കൽ സൈഡ്സ് ആർ ഓവർ. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ഫാലസികളാണ്. ഓക്കെ, അടുത്തൊരു ക്ലാസ്സോട് കൂടി നമ്മൾ ഫാലസികൾ കംപ്ലീറ്റ് ചെയ്യും. ഭയങ്കര രസകരമായ ഒരു ടോപ്പിക്കാണ് ഫാലസികൾ. നമ്മൾ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അത് പഠിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് അതിന്റെ എക്സാമ്പിൾസും ചോദിക്കാറുള്ളത്. അപ്പം ഫാലസികളും പിന്നെ ഇന്ത്യൻ ഫാലസി ലോജിക്കൽ റീസണിങ്ങിന്റെ ഫാലസികൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വൈൻഡ് അപ്പ് ആവും. അപ്പൊ ടീച്ചർ ഇതിൽ ഈ ഒബ്വേർഷൻ ഒക്കെ പറയുന്നത് എവിടെയാണ്? ഏതിന്റെ? ഈ ഒബ്വേർഷനും കോൺട്രാപൊസിഷനും ഒക്കെ അതൊക്കെ എവിടെയാ പറയുന്നത്? ഒബ്വേർഷൻ ഒന്നും ഇപ്പൊ ചോദ്യത്തിൽ അങ്ങനെ വരാറില്ല. അതുകൊണ്ട് അതങ്ങനെ കുറെ ആയി അത്ര ടൈപ്പ് ചോദ്യങ്ങൾ വന്നിട്ട്, പുതിയ ടൈപ്പ് ഓഫ് പാറ്റേണിലെ.
അപ്പൊ ഈ കൺവേർഷൻ മാത്രം പഠിച്ചാൽ മതിയോ? കൺവേർഷൻ മാത്രം, കാരണം ഈ സാധനത്തെ അപ്ലൈ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ, ഇപ്പൊ വാലിഡിറ്റി ചെക്ക് ചെയ്യുക, കൺക്ലൂഷൻ അതാണോ നോക്കുക, ഈ സാധനത്തിനൊക്കെ നമ്മൾ വെൻ ഡയഗ്രാം ആണ് എക്സാം ഹോളിൽ നിന്ന് അപ്ലൈ ചെയ്യുക. അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം മറ്റേത് ഈ സാധനങ്ങളൊക്കെ തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എക്സാം ഹോളിൽ പോയിട്ട് നമ്മൾ ഈ സാധനങ്ങൾ ചെയ്യുമ്പം ഈ സാധനങ്ങൾ തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെൻ ഡയഗ്രാം ആകുമ്പോൾ വി ക്യാൻ ഡ്രോ ദ റൗണ്ട്സ് എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് തന്നെ ചെയ്യാം. അപ്പൊ വാലിഡിറ്റി ചെക്ക് ചെയ്യുമ്പോൾ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ എക്സാം ഹോളിൽ വെൻ ഡയഗ്രാമേ ഉപയോഗിക്കാവൂ. ഇനി ഈ സാധനങ്ങളൊക്കെ നോക്കേണ്ടത് ഇതിന്റെ സ്റ്റെപ്പ്, ഇതിന്റെ തിയറി, ഇങ്ങനെയൊക്കെ ചോദ്യം വരുന്ന സമയത്താണ് ഇവിടെ ഇത് പഠിക്കുന്നത്. അതിനൊക്കെയാണ് ഇതൊക്കെ മീഡിയേറ്റ് ഇൻഫ്ലുവൻസ് കണ്ടെത്താൻ വേണ്ടി പറയുമ്പോഴല്ലേ അങ്ങനെ ഏത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരിക? ഇല്ലല്ല, മീഡിയേറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല മീഡിയേറ്റ് അതിലല്ലേ കൺക്ലൂഷന് കണ്ടെത്താൻ വരിക ചോദ്യം? അല്ല, പ്രൊമൈസുകൾ തന്നിട്ട് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് വാലിഡ് കൺക്ലൂഷൻ എന്ന് ചോദിക്കും. നമ്മൾ വെൻ ഡയഗ്രാം ചെയ്തപ്പോ ചോദിച്ച ടൈപ്പ് ചോദ്യങ്ങൾ അവിടെയൊക്കെ ഇതും അപ്ലൈ ചെയ്യാം. നമ്മൾ വെൻ ഡയഗ്രത്തിൽ അന്ന് ചെയ്ത ചോദ്യങ്ങൾ ഉണ്ടല്ലോ, അവിടെയൊക്കെ അനലിറ്റിക്കൽ മെത്തേഡും ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ എക്സാം ഹോളിൽ നമുക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആവുക അതായിരിക്കും. കാരണം ഇത് ആ ഒരു പാനിക് കണ്ടീഷനിൽ തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ഇതിനെ തിയറി ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കാം. ഏതിനെ? അനലിറ്റിക്കൽ മെത്തേഡിനെ. നമ്മുടെ മറ്റേ മൂഡ് ആൻഡ് ഫിഗറിനെ തിയറി ആയിട്ട് തന്നെ പഠിക്കാം. വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ നിങ്ങൾ വെൻ ഡയഗ്രാം യൂസ് ചെയ്താൽ മതി. അതാണ് എളുപ്പം. എളുപ്പം എന്ന് മാത്രമല്ല, തെറ്റിപ്പോവാൻ സാധ്യത കുറവും അതാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ കൺക്ലൂഷനിൽ എത്തിയത് ഇപ്പൊ നമ്മൾ ഈ സം ബോക്സ് ഓർ പെൻസിൽ ഇതാണോ ഇപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്ത്? സം ബോക്സ് ഓർ പെൻസിൽ, യെസ്. ഇനി ഇതേപോലെ ഒന്ന് ഇപ്പൊ തന്നെ ചെയ്തോക്കാം. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. Premise 1 is all clocks are table. Premise 2, some clocks are chair. ഒരു 2 മിനിറ്റ് തരാം, നിങ്ങൾ ചെയ്തു നോക്കൂ. അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം. ഫൈൻഡ് ചെയ്താ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടണേ. ശരിയായോ മാം? സം ചെയേഴ്സ് ആർ ടേബിൾ നമ്മൾ ചെയ്തൊക്കെ. ഇപ്പൊ നമുക്ക് തന്ന 2 പ്രൊമൈസ് നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് തന്ന അലൈൻമെന്റ് ശരിയാണോ എന്നുള്ളതാണ്. നമ്മൾ റൂള് പ്രകാരം പ്രൊമൈസ് 1ന്റെ പ്രെഡിക്കേറ്റിലും പ്രൊമൈസ് 2ന്റെ സബ്ജക്റ്റിലും ഇതാണ് റൂള്. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഇവിടുത്തെ കോമൺ ടേം ക്ലോക്ക് ആണ്. അത് പക്ഷെ പ്രൊമൈസ് 1ന്റെ പ്രെഡിക്കേറ്റിലല്ല സബ്ജക്റ്റിലായിരിക്കുന്നത്, പ്രൊമൈസ് 2നും സബ്ജക്റ്റിലായിരിക്കുന്നത്. അപ്പൊ ഇതിന് നേരെ റിവേഴ്സ് ഓർഡറിൽ ഇട്ടാൽ പ്രൊമൈസ് 2നെ പ്രൊമൈസ് 1ഉം പ്രൊമൈസ് 1നെ പ്രൊമൈസ് 2 ആയിട്ട് നേരെ തിരിച്ചെഴുതിയാൽ നടക്കുമോ നോക്കും. നടക്കൂല, കാരണം രണ്ടും സബ്ജക്റ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യുമ്പം ആദ്യം കൺവേർട്ട് ചെയ്യേണ്ടത് ഐ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ ആയിരിക്കണം എന്നാണ് പ്രയോറിറ്റി റൂള് പറയുന്നത്. അപ്പൊ ഉള്ളതിൽ ഐ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ കൺവേർട്ട് ചെയ്യുമ്പോ സമ്മിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ സമ്മായി തന്നെയാണ് മാറുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സമ്മിനെ കൺവേർട്ട് അതല്ലേ കൺവേർട്ട് ചെയ്ത്? വെരി ഗുഡ്. സം ചെയേഴ്സ് ആർ ക്ലോക്ക് എന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യും. അപ്പൊ ഇതാണ് പ്രൊമൈസ് 2 വരുന്നത്. ആൻഡ് ദിസ് ഇസ് 1 മറ്റേത് തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ക്ലോക്ക് എന്ന് പറയുന്ന സംഭവം, ഇപ്പൊ ക്ലോക്ക് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വേറെ കളർ എടുക്കട്ടെ. ഓക്കെ, ഇപ്പൊ ഇതാണ് പ്രൊമൈസ് 1, ഇതാണ് പ്രൊമൈസ് 2. രണ്ടാമത്തെ പുതിയ കേസിലെ പ്രൊമൈസ് 1 ആൻഡ് പ്രൊമൈസ് 2. അപ്പൊ ഇവിടെ പ്രൊമൈസ് 1ന്റെ സബ്ജക്റ്റിലാണ് ക്ലോക്ക് ഇരിക്കുന്നത്, പ്രൊമൈസ് 2ന്റെ പ്രെഡിക്കേറ്റിലാണ് ക്ലോക്ക് ഇരിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ് റൂള് പ്രകാരം വരേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രൊമൈസ് ഓർഡർ ചേഞ്ച് ചെയ്ത, അതായത് ഇതിനെ പ്രൊമൈസ് 1 എന്നും വിളിക്കുക, ഇതിനെ പ്രൊമൈസ് 2 എന്നും വിളിക്കുക. അപ്പൊ പ്രൊമൈസ് 1ന്റെ പ്രെഡിക്കേറ്റിലായി, പ്രൊമൈസ് 2ന്റെ സബ്ജക്റ്റിലുമായി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മള് അനലിറ്റിക്കൽ മെത്തേഡിന്റെ കൺക്ലൂഷനിലേക്ക് എത്താനുള്ള റൂളിലേക്ക് വരുമ്പം ഐയും എയും, ആ 2 ടൈപ്പ് സെന്റൻസ്, ദിസ് ഇസ് ഐ സ്റ്റേറ്റ്മെന്റ്, ദിസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ്. ഐയും എയും ചേർന്നാൽ ഐ സ്റ്റേറ്റ്മെന്റ് ആണ് ഉണ്ടാവുക. അപ്പൊ അതൊരു സം കൺക്ലൂഷനിൽ വരുന്ന സാധനമായിരിക്കും. അപ്പൊ നമ്മൾ ഇത് രണ്ടുമാണ് മാച്ച് ചെയ്യേണ്ടത്.
ഇത് രണ്ടുമാണ് മാച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇതിലെ കോമൺ ടേമുകൾ നമ്മൾ വെട്ടും. ഓക്കെ, കോമൺ ടേമുകൾ നമ്മൾ വെട്ടും. എന്നിട്ട് പ്രിമൈസ് 1ന്റെ സബ്ജക്റ്റിലുള്ള ആളുകൾ സം ചെയർ ആർ ടേബിൾ എന്ന് കൺക്ലൂഷൻ വരും. അതന്നെയല്ലേ പറഞ്ഞേ? യെസ്, വെരി ഗുഡ്. ഇങ്ങനെയാണ് ഇത്. ഇങ്ങനെ കാണാൻ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറില്ല, പക്ഷെ ഇതിന്റെ റൂളുകൾ എക്സാമ്പിളും സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. മാറ്റല്, കൺവേർഷൻ, പ്രെഡിക്കേറ്റ് ആണോ സബ്ജക്റ്റ് ആണോ പോലത്തെ സാധനങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ സംഭവം ഓർമ്മ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഇത് എങ്ങനെ പഠിച്ചെടുക്കേണ്ടത്? ഇപ്പോ ഇതിൽ പഠിച്ചെടുക്കേണ്ടത് പഠിച്ചെടുക്കേണ്ട സാധനം ഇതാണ്. അതായത് കോമൺ ടേം എവിടെ വരണം? പ്രിമൈസ് 1ന്റെ പ്രെഡിക്കേറ്റിലും പ്രിമൈസ് 2ന്റെ സബ്ജക്റ്റിലും. അത് തറോ ആയിരിക്കണം. ഇനി അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ മാറ്റാം? ഓർഡർ ചേഞ്ച് ചെയ്തും കൺവേർട്ട് ചെയ്തും മാറ്റാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അതിനിത് പഠിക്കണം. ഓക്കെ, ഇനി കൺവേർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്തതിന് ശേഷം കൺക്ലൂഷൻ. കൺവേർട്ട് ചെയ്യുമ്പോൾ IEA റൂൾ എന്ന് പറഞ്ഞ റൂൾ ഉണ്ടെന്നും അതിന് പ്രയോറിറ്റി റൂൾ എന്നാണ് പറയുക. അതിന്റെ ടേമുകൾ ഓർത്ത് വെക്കണം. ഇനി കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ആ ടേബിളും ഇതിനെ ഇങ്ങനെ കൺക്ലൂഷൻ ഉണ്ടാക്കാൻ പറ്റൂ. എ ആയേ മാറൂ, E ആയേ മാറൂ. ആ സാധനം അതിനെ ബൈഹാർട്ട് ചെയ്യാം. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ചുരുക്കി പറയട്ടെ, ശരിയാണോ നോക്കിയാ? പറയുന്നു. ഇത് അനലിറ്റിക്കൽ മെത്തേഡിൽ പ്രകാരം P1 പ്രെഡിക്കേറ്റും P2 സബ്ജക്റ്റും വരണം. അങ്ങനല്ലാതെ ഏതെങ്കിലും ഒന്നില് സബ്ജക്റ്റും ഒന്നില് പ്രെഡിക്കേറ്റും ആയി വന്നാല് അതിനെ പ്രെഡിക്കേറ്റിൽ വന്നതിനെ പ്രിമൈസ് 1 ആക്കി മാറ്റിയാൽ സെറ്റായി. യെസ്. അല്ലാതെ രണ്ടിലും P1 P2 സബ്ജക്റ്റ് ആയി വരികയോ രണ്ടിലും പ്രെഡിക്കേറ്റ് ആയി വരികയോ ചെയ്താൽ ഏതെങ്കിലും ഒരു സെന്റൻസിനെ IEA റൂൾ പ്രകാരം കൺവേർട്ട് ചെയ്യണം. യെസ്, ഗുഡ്. എന്നിട്ട് ഓക്കെ അല്ലെങ്കിൽ അതിനെ പിന്നെയും അലൈൻ ചെയ്തിട്ട് റൂൾ പ്രകാരം ആക്കണം. അങ്ങനല്ലേ? യെസ്. അതിനുശേഷം ടേബിളുമായിട്ട് മാച്ച് ചെയ്തിട്ട് എന്ത് സ്വഭാവമുള്ള കൺക്ലൂഷനാ വരിക നോക്കുക. പ്രിമൈസ് 1 സബ്ജക്റ്റും വരണം, പ്രിമൈസ് 2 പ്രെഡിക്കേറ്റ് വരണം. പ്രിമൈസ് 1 പ്രെഡിക്കേറ്റും പ്രിമൈസ് 2 സബ്ജക്റ്റും. പ്രിമൈസ് 1 പ്രെഡിക്കേറ്റും പ്രിമൈസ് 2 സബ്ജക്റ്റും. അങ്ങനല്ലേ റൂള്? അങ്ങനെയാണ് വരേണ്ടത്. അപ്പോഴാണ് നമ്മൾ കൺക്ലൂഷനിൽ എത്താൻ പറ്റുള്ളൂ അല്ലേ? പ്രിമൈസ് 1 പ്രെഡിക്കേറ്റിലും പ്രിമൈസ് 2 സബ്ജക്റ്റ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുതേ. അതെപ്പോഴും ചോദിച്ചു വരാറാണ്. ഇപ്പൊ നമ്മളിപ്പോ കൺക്ലൂഷനിൽ എത്തിയ സെന്റൻസും അങ്ങനെ തന്നെയാണോ? കൺക്ലൂഷനിൽ പിന്നെ ഇതൊന്നും ബാധകമല്ലല്ലോ. കൺക്ലൂഷന് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ബാധകമല്ലല്ലോ. പ്രിമൈസിന്റെ റൂളുകൾ മാത്രമല്ലേ അത്. അപ്പൊ ഇതില് ചോദ്യം വരിക P1 P2 തന്നിട്ട് കൺക്ലൂഷൻ വാലിഡ് ഉള്ളത് ചെക്ക് ചെയ്യാൻ പറയാ. ഓപ്ഷനിലുള്ള വാലിഡ് കൺക്ലൂഷൻ ഏതാ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായി നമ്മുടെ മൈൻഡിലേക്ക് വെൻ ഡയഗ്രമേ വരൂ. വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ വെൻ ഡയഗ്രം ഇസ് ദ ബെസ്റ്റ് മെത്തേഡ്. ഇനി ഇതാണ് നിങ്ങൾക്ക് ഈസി എന്ന് നിങ്ങൾക്ക് ഇതും ഏതാണോ നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആ മെത്തേഡ് ഉപയോഗിക്കാം. ഏത് മെത്തേഡ് ഉപയോഗിക്കാം? ഇതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. ഓൾ പെൻസ് ആർ പെൻസിൽ, സം പെൻസ് ആർ ബോക്സ്. ഇതിന്റെ വാലിഡ് കൺക്ലൂഷൻ ഓപ്ഷനിൽ പറഞ്ഞത് ഏതൊക്കെയാ എന്നാണ് വരിക. ഒരു ഓപ്ഷൻ അല്ല, 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓൾ പെൻസ് ആർ പെൻസിൽ. ഓൾ ഇതാണ് പെന്റെ വട്ടം. ഓൾ പെൻസ് ആർ, എല്ലാ പെന്നും പെൻസിലാണ് എന്ന് പറയുമ്പം പെന്നിനെ കവർ ചെയ്തിട്ടാണ് ആരെ വരയ്ക്കുക? പെൻസിലിനെ വരയ്ക്കുക. ഇതാണ് പെൻസിലിന്റെ വട്ടം. ഓൾ പെൻസ് ആർ പെൻസിൽ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വട്ടത്തിലായി. ഈ രണ്ടാമത്തെ സം പെൻസ് ആർ ബോക്സ്. ചില പെന്ന് ബോക്സ് ആണ്. ചില പെന്ന് ബോക്സ് ആണ്. ചില പെന്ന് ബോക്സ് ആണെന്ന് പറയുമ്പം ചില പെന്നിനെ മാത്രം കവർ ചെയ്തിട്ട് ബോക്സിന്റെ വട്ടം വരയ്ക്കാം. ഓക്കെ, ചെറിയ വട്ടം ബോക്സ് ആണ്. ഇനി കൺക്ലൂഷൻ നോക്കുക. സം ബോക്സ് ആർ പെൻസിൽ അല്ലേ? ചില ബോക്സ് പെൻസിൽ അല്ലേ? So that conclusion is valid.
ക്ലിയർ? അല്ല, ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ തന്നപ്പോ ഓൾ പെൻസ് ആർ പെൻസിൽ. ആ അപ്പോ പിന്നെ ബോക്സ്. പിന്നെ സം പെൻസ് ആർ ബോക്സ്. അപ്പൊ ആ ബോക്സിന്റെ ഉള്ളിൽ. ഓക്കെ. പിന്നെ അപ്പൊ നമ്മളതിന് അതായത് വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പുകളൊന്നും ഇല്ല എന്നർത്ഥം. അതാ പറഞ്ഞത് എക്സാം ഹോളിൽ നിങ്ങൾ അപ്പൊ അത് വാലിഡ് ആണോ എന്ന് അറിയാന് വെൻ ഡയഗ്രാം ചെയ്താൽ മതി. അതെ, ഇതിലും ചെയ്യാം. രണ്ടും ഒരേ ഉത്തരാണ് കിട്ടുക. ഏറ്റവും എളുപ്പം ഏതാണോ ഫീൽ ചെയ്യുന്നത് അത് ചെയ്യാം. കൺക്ലൂഷൻ ഒന്ന് മാത്രമേ ഉണ്ടാവൂ? അല്ല, 4 ഓപ്ഷൻ ഉണ്ടാവും. 4 ഓപ്ഷൻ. വാലിഡ് ആയ കൺക്ലൂഷൻ ഒന്ന് മാത്രമേ ഉണ്ടാവൂ 2 പ്രിമൈസ് എടുക്കാൻ? അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം ഒറ്റ കൺക്ലൂഷനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതാണ് അനലിറ്റിക്കൽ മെത്തേഡിന്റെ ഏറ്റവും വലിയ ലാസ്റ്റ് കിട്ടുന്ന കൺക്ലൂഷൻ അല്ലേ? അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം ഒറ്റ കൺക്ലൂഷനെ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. വെൻ ഡയഗ്രാം പ്രകാരം സാധ്യതയുള്ളതിനൊക്കെ നമുക്ക് എടുക്കാം. അപ്പൊ 4 ഓപ്ഷനിൽ ഏതിനൊക്കെയാണ് സാധ്യത എന്ന് അറിയണമെങ്കിൽ വെൻ ഡയഗ്രാം തന്നെയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് വെൻ ഡയഗ്രാം അപ്ലൈ ചെയ്യണതാണ് ദ ബെസ്റ്റ് എന്ന് പറയാൻ കാരണം. മറ്റേ തെറ്റിപ്പോന്ന് പറയാൻ കാരണം. ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല വരുന്നതെങ്കിലോ ഇപ്പൊ നമുക്ക് ഇതേപോലെ വാലിഡിറ്റി ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യനിൽ 2 പ്രൊമൈസ് തരും. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് വാലിഡ് എന്ന് ചോദിക്കും. അങ്ങനെയാ ചോദ്യം വരിക. Any other doubts? ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഇറങ്ങാറാവുന്നു വേണ്ടല്ലേ വെൻ ഡയഗ്രാം വരക്കുമ്പോ? വേണ്ട, ഇതിന്റെ റൂളുകൾ മാത്രം മനസ്സിലുണ്ടായാൽ മതി. തിയറി പാർട്ട് ചോദിക്കുമ്പോൾ ഉത്തരം പറയാനുള്ള സാധനം കയ്യിലുണ്ടായാൽ മതി. പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ വെൻ ഡയഗ്രാം ആണ് നല്ലത്. ഇനി അതില് വേറൊരു സംഭവം ഉണ്ട്. എന്തുകൊണ്ട് വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ ഇത്രയും മെത്തേഡുകൾ ഉണ്ടായി എന്ന് ചോദിക്കുമ്പം ലോജിക്കൽ റീസണിങ് അതിന് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഓരോ മെത്തേഡിനും ഉണ്ടായിരുന്ന ഡ്രോബാക്കുകൾ പരിഹരിച്ചുകൊണ്ടാണ് പിന്നെ പല പല മെത്തേഡുകൾ വന്നത്. അനലിറ്റിക്കൽ മെത്തേഡിനും മൂഡ് ആൻഡ് ഫിഗറിനും ഒക്കെ ഒറ്റ കൺക്ലൂഷനെ ഉണ്ടാക്കാൻ പറ്റൂ, അത് എന്താ പറയാ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള ഡ്രോബാക്കുകൾ ഉണ്ടായിരുന്നു. അവിടെയാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്ന ഒരു അനദർ മെത്തേഡ് വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എത്രയാണ്? ഇതോടുകൂടി ലോജിക്കൽ റീസണിങ്ങിന്റെ ഒരു മേജർ പാർട്ട് കഴിഞ്ഞു. ഇനി ഇതിൽ ഫാലസി മാത്രമാണ് ബാക്കിയുള്ളത്. ഫാലസി നമ്മൾ അടുത്ത ക്ലാസ്സിൽ തീർക്കും. ഈ ക്വസ്റ്റ്യനിൽ വാലിഡ് ആയ വേറെ കൺക്ലൂഷൻ പറയാവോ? എന്നാല് ഇതിലിപ്പോ നമുക്ക് എന്തൊക്കെ പറയാം? രണ്ടെണ്ണാക്കി കഴിഞ്ഞാൽ സം, ഇത് ബോക്സ് അല്ലായിരുന്നു, സം ബോക്സ് ആർ പെൻസ് എന്ന് പറയാം. സം ബോക്സ് ആർ പെൻസിൽസ് എന്ന് പറയാം. ഓൾ ബോക്സസ് ആർ പെൻസിൽസ് എന്ന് പറയാം. ഇതൊക്കെ എന്റെ വാലിഡ് കൺക്ലൂഷൻ അല്ലേ? ഓൾ ബോക്സസ് ആർ പെൻസിൽ. അതേപോലെ സം ബോക്സസ് ആർ പെൻ എന്ന് പറയാം. ഓൾ ബോക്സസ് ആർ പെൻസിൽ എന്ന് പറയാം. കാരണം പെൻസിലിന്റെ അകത്താണ് ഉള്ളത് എല്ലാ ബോക്സും. സം പെൻസ് ആർ നോട്ട് അല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? സം പെൻസ് ആർ പറയാം. സം പെൻസ് ആർ നോട്ട് അല്ല, അത് പറയാൻ പറ്റില്ല. സം പെൻസിൽസ് ആർ നോട്ട് പെൻസ് എന്ന് പറയാം. സം പെൻസ് ആർ നോട്ട് പെൻസിലും പറഞ്ഞൂടെ? സം പെൻസ് ആർ പറ്റൂല. ഓൾ പെൻസ് ആർ പെൻസിൽ ആണല്ലോ. പിന്നെ അവിടെ സം നോട്ടിന് അവിടെ പ്രസക്തി ഇല്ലല്ലോ. എല്ലാ പെന്നും പെൻസിലായി. ചിലതല്ല. നോട്ട് ബോക്സ് പറ്റുമല്ലോ. സം പെൻസ് ആർ നോട്ട് ബോക്സ് പറ്റും. ഇപ്പൊ ചിത്രം ശരിയായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും നമുക്ക് എടുക്കാം. അതിന് ഓപ്ഷനുമായിട്ട് മാച്ച് ചെയ്തിട്ട് നോക്കിയാൽ മതി. സം പെൻസ് ആർ നോട്ട് ബോക്സ് പറയാല്ലേ, കാരണം ഒരു ഭാഗം അല്ലല്ലോ, ബോക്സ് അല്ലല്ലോ. പറയാം. ഓക്കെ, അപ്പൊ അത്രയാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.